ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന വാചകങ്ങളാണ്. അതായത് ഞാൻ എഴുതി, ഞങ്ങൾ ഉറങ്ങി, അവൻ സഹായിച്ചു എന്നൊക്കെ പറയുന്നതിനെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്നത് സബ്ജക്റ്റിന്റെ കൂടെ ഈ പാസ്റ്റ് ഫോം വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഫോംസ് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലാതെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഹു എന്നുള്ളൊരു ചോദ്യത്തിന് ഉപയോഗിക്കുന്ന വാക്കുണ്ട്. നമുക്കറിയാം ഹു, ആര്. അപ്പൊ അത് ഇതിന്റെ കൂടെ എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. അതെങ്ങനെ എഴുതിയാൽ മതി? ഹു റോട്ട്, ആരെഴുതി. ഹു റോട്ട്, ആരെഴുതി. അല്ലെ നമ്മൾ മലയാളത്തിൽ ചോദിക്കുക ആരാണ് എഴുതിയത്, അങ്ങനെയും ചോദിക്കാം അല്ലേ? മലയാളത്തിൽ അങ്ങനെയും പറയാം, ആരാണ് എഴുതിയത്, ആരാണ് ഈ കഥ എഴുതിയത്. ഹു റോട്ട് ദിസ് സ്റ്റോറി, ഹു റോട്ട് ദിസ് സ്റ്റോറി. ഈ കഥ ആരെഴുതി, അല്ലെങ്കിൽ ആരാണ് ഈ കഥ എഴുതിയത്. അതെങ്ങനെ ചോദിക്കും? ഹുവിന്റെ കൂടെ ഈ പാസ്റ്റ് ഫോം വെച്ചാൽ മതി, വെർബിന്റെ പാസ്റ്റ് ഫോം വെച്ചാൽ മതി. ഹു കട്ട്, ആര് മുറിച്ചു, ആരാണ് മുറിച്ചത്. അപ്പൊ എങ്ങനെയായിരിക്കും? ആരാണ് ഈ മരം മുറിച്ചത്. ഹു കട്ട് ദിസ് ട്രീ, ഹു കട്ട് ദിസ് ട്രീ. ആരാണ് ഈ മരം മുറിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഈ മരങ്ങൾ മുറിച്ചത്. അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷില് ദീസ് എന്ന് പറയണം. നമുക്ക് മലയാളത്തില് നമുക്ക് ആ പ്രശ്നമില്ല. ഈ മരം, ഈ മരങ്ങൾ ഒരേ വാക്ക് ഉപയോഗിക്കുള്ളൂ. ഈ മരം, ഈ മരങ്ങൾ. പക്ഷെ ഇംഗ്ലീഷില് ദിസ് ട്രീ, ദീസ് ട്രീസ് എന്ന് പറയണം. അത് നമ്മൾക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാണ്. ഹു കട്ട് ദീസ് ട്രീസ്, ആരാണ് ഈ മരങ്ങൾ മുറിച്ചത്. ഹു കട്ട് ദീസ് ട്രീസ്. ഈ കട്ട് എന്നുള്ളത് എന്താണ്? പാസ്റ്റ് ഫോം ആണ്. സോ ആരാണ് ഈ ജോലികൾ ചെയ്തത്. ഹു ഡിഡ് ദീസ് വർക്ക്സ്, ഹു ഡിഡ് ദീസ് വർക്ക്സ്, അല്ലെ ഹു ഡിഡ് ദിസ് വർക്ക്. ഈ ജോലി ആരാണ് ചെയ്തത്. ഹു ഡിഡ്. അപ്പൊ നമ്മൾ ആ രീതി നമ്മൾ മനസ്സിലാക്കണം. മലയാളത്തില് നമുക്ക് ഈ ജോലി ആരാണ് ചെയ്തത്, ആരാണ് ഈ ജോലി ചെയ്തത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു പറയാൻ പറ്റും. ഇംഗ്ലീഷിൽ പറ്റത്തില്ല. അപ്പൊ അത് ഇതിന്റെ ഫോം നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓരോ വാചകം എടുത്ത് ഒരാളെ കൂടി കിട്ടുകയാണെങ്കിൽ ഒരാൾ മലയാളം പറഞ്ഞ് മറ്റേ ആൾ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ശ്രമിക്കുക. ഹു ജംപ്ഡ്, ആര് ചാടി, അല്ലെങ്കിൽ ആരാണ് ചാടിയത്. വെറുതെ പാസ്റ്റ് ഫോം വെച്ചാൽ മതി, എല്ലാം കിട്ടും. അപ്പൊ ഈ പാസ്റ്റ് ഫോം മനസ്സിലാക്കിയിരിക്കണം. ഹു വെന്റ്, ആര് പോയി, ആരാണ് പോയത്. അവനെ സഹായിക്കുവാൻ ആരാണ് പോയത്, ആരാണ് അവനെ സഹായിക്കുവാൻ പോയത്. ഹു വെന്റ് ടു ഹെൽപ്പ് ഹിം, ഹു വെന്റ് ടു ഹെൽപ്പ് ഹിം. ഈ ഹുവിന്റെ പ്രത്യേകത അങ്ങനെയാണ്, വെറുതെ അങ്ങോട്ട് വെച്ചാൽ മതി. ഇവിടെ നമ്മൾ മുറുക്കിയൊന്നും വേണ്ട, നേരെ അങ്ങോട്ട് വെച്ചാൽ മതി. ഹു വെന്റ് ടു ഹെൽപ്പ് ഹിം. ആരാണ് അവരെ സന്ദർശിക്കാൻ പോയത്. ഹു വെന്റ് ടു വിസിറ്റ് ദം. ഹു വെന്റ്, ആരാണ് പോയത്, എന്തിന്, ടു വിസിറ്റ്, സന്ദർശിക്കുവാൻ. ആരെ, ദം, അവരെ. അപ്പൊ ഇതാണ് ഹു. അപ്പൊ ഹു വെച്ച് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ്? അതേ പാസ്റ്റ് ഫോം വെച്ചാൽ മതി. പക്ഷെ പാസ്റ്റ് ഫോം അറിഞ്ഞിരിക്കണം, ഇതിന്റെ ഉപയോഗം അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ വെർബിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതും വായിച്ചു നോക്കി ആ വെർബ്സ് ഒക്കെ പഠിക്കാൻ നോക്ക്. 4 ഫോംസ് ഒക്കെ തന്നിട്ടുണ്ട്, അർത്ഥമൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക.
പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറൽ ആണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000 വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമില് വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ വെർബിന്റെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിൽ ആദ്യത്തെ 15 വെർബ്സ് നോക്കുക. അതില് പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ആ വെർബ്സ് മൂന്നും ഒരേപോലെ ഇരിക്കുകയാണ് അല്ലെ? നമ്മള് ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല, കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കും എല്ലാ വെർബ്സിന്റെയും. അപ്പൊ ഉദാഹരണമായിട്ട് കട്ട്, അതിന് പ്രസന്റ് ഫോമില് സിംഗുലർ ഉണ്ട്, കട്ട്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു. പാസ്റ്റ് ഫോമും കട്ട് തന്നെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്, മുറിച്ചു. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, അത് കട്ട്, അർത്ഥം മാറി മാറി വരും. അപ്പൊ ഞാനിനി 3 ഫോംസേ വായിക്കുള്ളൂ. അപ്പൊ പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പുട്ട്, പുട്ട്, പുട്ട്. ഞാൻ പ്രസന്റ് ഫോം സിംഗുലർ വായിക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആദ്യം. പുട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അർത്ഥം ഒന്ന് തന്നെ, ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു. എല്ലാത്തിലും അതുപോലെ തന്നെ വായിക്കണേ. ഷട്ട്, ഷട്ട്, ഷട്ട്. ലെറ്റ്, ലെറ്റ്, ലെറ്റ്. ക്വിറ്റ്, ക്വിറ്റ്, ക്വിറ്റ്. ബെറ്റ്, ബെറ്റ്, ബെറ്റ്. ഹിറ്റ്, ഹിറ്റ്, ഹിറ്റ്. സ്പ്ലിറ്റ്, സ്പ്ലിറ്റ്, സ്പ്ലിറ്റ്. സെറ്റ്, സെറ്റ്, സെറ്റ്. ഹേർഡ്, ഹേർഡ്, ഹേർഡ്. സ്പ്രെഡ്, സ്പ്രെഡ്, സ്പ്രെഡ്. host, host, host. Telecast, telecast, telecast. Broadcast, broadcast, broadcast. Burst, burst, burst. ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ 15 വെബ്സിന്റെയും പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെ ഇരിക്കുന്നു, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം, പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത്.
ഇനി അടുത്തുള്ള വേർബ്സ് ഒക്കെ ഡിയോ ഇഡിയോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. കോൾ കോൾഡ് കോൾഡ്, പ്ലേ പ്ലേഡ് പ്ലേഡ്, വാക്ക് വാക്ഡ് വാക്ഡ്, പ്രേ പ്രേഡ് പ്രേഡ്, ക്ലീൻ ക്ലീൻഡ് ക്ലീൻഡ്, ജംപ് ജംപ്ഡ് ജംപ്ഡ്, ക്ലോസ് ക്ലോസ്ഡ് ക്ലോസ്ഡ്, open opened opened, study studied studied, lie lied lied, help helped helped, respect respected respected, accept accepted accepted, ask asked asked,